കാന്തപുരത്തിന്റെ കേരള യാത്രയിൽ വി.ഡി. സതീശൻ അടിച്ച പഞ്ച് ഡയലോഗ് എന്തോ സംഭവം പോലെയാണ് കേരളത്തിലെ കൊങ്ങികൾ കൊണ്ടാടുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കാം, ഈ കുതിരയില്ലാത്തടത്ത് ആരോ രാജാവാകും എന്ന് പറഞ്ഞ പോലെ കൊങ്ങികൾക്ക് സതീശന്റെ ഈ ഡയലോഗ് ഇടി കേൾക്കുമ്പോൾ കുളിര് കോരും, അല്ലെങ്കിൽ രോമാഞ്ചം വരും. പക്ഷേ സതീശൻ അടിച്ച പഞ്ച് ഡയലോഗ് യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സർജറി നടത്തി നോക്കണ്ടേ. ഇന്നലെ അദ്ദേഹം പറഞ്ഞ പഞ്ച് ഡയലോഗ് മതേതരത്വത്തെ കുറിച്ച് ഒന്ന് കേട്ടെ. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. കേട്ടല്ലോ, മതേതരത്വത്തെ തൊട്ട് കളിച്ചാൽ 10 വോട്ടിന് വേണ്ടി അത് വേണ്ടെന്ന് വെക്കണമെന്നൊക്കെയാണ് ഡയലോഗ്. ആര്? സതീശൻ. ചിരിക്കാതെ എന്ത് ചെയ്യാനാണ്? ഈ ഡയലോഗ് അടിച്ച ഇതേ നാവ് കൊണ്ട് സതീശൻ മറ്റ് ചില ഇടങ്ങളിൽ എത്തുമ്പോൾ നേരെ വർഗീയത എടുത്ത് കഷത്ത് വയ്ക്കുന്ന രംഗമുണ്ടാകും, ഇല്ലേ? ഇത് കേട്ടെ. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ വർഗീയ ശക്തികളാണെന്ന്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. അവര് ആ വാദമൊന്നും അവരില്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. കേട്ടോ, ഒരു കഷത്ത് വെൽഫെയർ പാർട്ടിയെയും ജമാഅത്ത് ഇസ്ലാമിയെയും പിടിച്ചെടുത്തിട്ട് മതേതരത്വം. ഏത് മതേതരത്വം? കോൺഗ്രസിന്റെ ഉണ്ടംപൊരി മതേതരത്വം ഇതാണോ? ഇതും തീർന്നില്ല, ഇനി സതീശന്റെ മറ്റൊരു 90 ഡിഗ്രി കാണിച്ചു തരാം. സതീശൻ ആഴ്ചയിൽ പറവൂരിലെ ശാഖയിൽ പോയി ഒരു 90 ഡിഗ്രി നിൽപ്പുണ്ട്. ചിത്രം കണ്ടോ? ശാഖയ്ക്കകത്തുള്ള വിളക്ക് തെളിക്കലാണ്. ആഴ്ചയിൽ മുടങ്ങാതെ പോയി ഇത്തരത്തിൽ 90 ഡിഗ്രിയിൽ നിന്ന് വിളക്ക് കത്തിക്കുന്നു. 90 ഡിഗ്രിയിൽ അരമണിക്കൂർ നിന്നതിന് ശേഷമാണ് ഗോൾവാൾക്കറിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം നിവരാറുള്ളത്. വേറൊരു മതേതരത്വം. ശാഖയ്ക്കകത്ത് കയറി മതേതരത്വത്തിന്റെ ഭാഗമായി സംഘപരിവാറിനെ ശക്തമായി എതിർക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. എതിർക്കുന്നതിന് വിളക്ക് കത്തിക്കും, തിരി കത്തിക്കും, മുട്ടുകുത്തിയിരുന്ന് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ തൊഴുവും. അരമണിക്കൂർ 90 ഡിഗ്രി നിൽക്കും. നല്ല സൂപ്പർ മതേതരത്വം. ഈ മതേതരത്വമാണോ സതീശൻ ഉദ്ദേശിച്ചത്? യജ്ജാതി തൊലിക്കെട്ടി എന്ന് ആലോചിക്കണേ. കാണിക്കാനാണെങ്കിൽ 100 സംഭവങ്ങളുടെ ഉണ്ട്. ഒരു സംഭവം കൂടി. ഏറ്റവും ഒടുവിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ BJP നേതാക്കന്മാരോടൊപ്പം സമരം ചെയ്ത സതീശനെ നമ്മൾ കണ്ടു. SUC ആശാ സമരം, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്ക് കേരള സർക്കാരിനെതിരെ BJP-യും പിടിച്ചുകൊണ്ടുള്ള മതേതരത്വം. ഇദ്ദേഹം നോക്കിയേ. പ്രതിജ്ഞാ റാലിയോടെയായിരുന്നു രാപ്പകൽ സമരാവസാനം. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു. 1000 രൂപ ഒരാളെ വീട്ടിൽ നിർത്തി വരുന്നതല്ലോ, അർഹതപ്പെട്ടതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക്, മിനിമം വേജസിന്റെ നിലവാരത്തിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാം. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ്. രമേശ് ചെന്നിത്തല, KK രമ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി MLA-മാരും നേതാക്കളും എത്തി. പായസം വെച്ച് പന്തലഴിച്ച് പിരിയൽ. ഈ 3 സംഭവവികാസങ്ങൾ, സതീശന്റെ സംഘപരിവാർ ബന്ധമായിക്കോട്ടെ, സതീശന്റെ വെൽഫെയർ പാർട്ടി ബന്ധമായിക്കോട്ടെ, ന്യൂനപക്ഷ പ്രീണനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ, മതേതരത്വം കാത്തു സൂക്ഷിക്കുകയാണ്. കേരളത്തിൽ മതേതരത്വം കാത്തു സൂക്ഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ ക്രിസ്ത്യൻ കൺസോൾട്ടേഷനും മുസ്ലിം കൺസൾട്ടേഷനും ഉണ്ടാക്കി മതേതരത്വം കാത്തു സൂക്ഷിച്ച് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷക്കാരെ എല്ലാം ഒത്തൊരുമിപ്പിച്ചു. അത് മലബാറിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ മറവിൽ നിന്നുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെയും സുഡാപ്പികളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ മുസ്ലിം കൺസൾട്ടേഷൻ ഉണ്ടാക്കി. അപ്പോ വർഗീയതയല്ല, മതേതരത്വമാണ്. ഇതാണ് സതീശൻ സ്വപ്നം കാണുന്ന മതേതരത്വം. ഇങ്ങനെ അധികാരത്തിന് വേണ്ടി ജാതി മതങ്ങളെ കൺസോൾട്ടേറ്റ് ചെയ്ത് നാളുകളിൽ ഭരണത്തിൽ വരുമ്പോൾ തമ്മിലടി, അധികാരത്തിന് വേണ്ടി കടിപിടി, അവകാശങ്ങൾക്ക് വേണ്ടി പിടിവലി, ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. മതേതരത്വം എന്ന് ഡയലോഗ് അടിച്ചാൽ മതേതരത്വമാകില്ല എന്ന് നാട് തിരിച്ചറിയേണ്ടത്. ഡയലോഗ് അടിക്കാൻ വിദഗ്ധനായതുകൊണ്ട്, പഴയ മണി ചെയിൻ തട്ടിപ്പ് വിദഗ്ധനായതുകൊണ്ട് നാവുകൊണ്ട് ആൾക്കാരെ കുപ്പിയിലിറക്കാൻ എന്തും ആധികാരികമായി പറയും. പക്ഷേ പ്രവൃത്തിയിലേക്ക് വന്നാൽ ഇതാണ് റിയൽ വർഗീയവാദി സതീശൻ.